ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുടുംബ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായ്, ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ നല്ല കാലുവേദന ഉണ്ട് ഗൈസ്. കണ്ടോ, കാലും ഇങ്ങനെ നീട്ടി വെച്ച് ഈ ബെഡിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഉറക്കം എണീച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിശക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ബ്രഷൊക്കെ ചെയ്ത് കേട്ടോ. അപ്പോൾ എനിക്കിത് ഷാർജ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കടയിൽ നിന്ന് നല്ല ചൂട് പപ്സ്, എഗ് പഫ്. എനിക്കൊരു പ്ലേറ്റ് തരുമോ, കുഞ്ഞു പ്ലേറ്റ്? എഗ് പഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇച്ചിരി വേദന ഒന്ന് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഭയങ്കര വേദന, കാലൂന്നാൻ വയ്യാത്ത വേദനയായിരുന്നു. ഇന്ന് ഇച്ചിരി ഒന്ന് വേദന കുറവുണ്ട്, കമ്പാരിറ്റീവ്ലി കുറവുണ്ട്. പക്ഷെ വേദന ഇല്ലയെന്നല്ല, നല്ല വേദനയുണ്ട്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനൊരു വ്ളോഗ് എടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അത് മാത്രമല്ല, ഇന്നൊന്ന് പുറത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു പ്ലേറ്റില്ലേ? അപ്പോൾ എനിക്ക് വലിയൊരു പ്ലേറ്റ്, ഒരു പപ്സിൻ്റെ വലിയ പ്ലേറ്റാണ് എൻ്റെ മകളിൽ കൊണ്ടു തന്നിരിക്കുന്നത്. പുത്രി പിണങ്ങി പോയേക്കാണ്. അപ്പോൾ അടച്ച് മിണ്ടായിരുന്നോന്ന്. അപ്പം ഞാൻ ഷാർജ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഷാർജ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എഗ് പഫ്, ചൂട് പഫ് കേട്ടോ. പൊളിച്ച്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. പിന്നെ ഇച്ചിരി ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ സെറ്റാക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാനിതൊക്കെ കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്നൊരു കുട്ടി വീഡിയോ ആണ്. ബായോ, വീഡിയോയിലോട്ട് പോവാം. ലിഗമെന്റ് വലിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാലിലൊരു ഒരാഴ്ചത്തേക്ക് പ്ലാസ്റ്റർ ഇട്ടിരുന്നില്ലേ, ആ സമയത്ത് എടുത്തു വെച്ച വീഡിയോ ആണ് ഇത്. ഇപ്പോഴാണ് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഒരു മാസത്തിന് പ്ലാസ്റ്ററൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള റെസ്റ്റൊന്നും എടുക്കാത്തൊരു ദിവസമാണ്. ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു ദിവസമാണ് ഇത്. എനിക്ക് തോന്നുന്നു 3-ാം ദിവസവും 4-ാം ദിവസവും കണ്ടിയാണ് പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷമുള്ള. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഷാർജയൊക്കെ കുടിച്ചപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ ടേബിളിലായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ച് വെച്ചിട്ട് ഒരു കുന്ന് തുണികളുണ്ടായിരുന്നു മടക്കാൻ. ഞാൻ കേട്ട് എന്തായാലും അവിടെ ഇരിക്കുമല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് എഴുതിയിട്ട് ഓൾമോസ്റ്റ് അത് ഈ കാണുന്ന തുണികൾ കംപ്ലീറ്റ് ഞാൻ അന്നിരുന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ തുണി മടക്കാത്ത പരിപാടി കേട്ടോ. തുണി കഴുകുക, തുണി അടുക്കി പറക്കി വെക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ തൊല്ലയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് കണ്ടോ ഗൈസ്, പാറക്കുട്ടിയുടെ ഒരു പഴയ ടോപ്പാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഈ ടോപ്പ്. ഇത് വലുതാക്കി തരാം, ഇത് ഇടോ എന്ന്. വലുതാക്കി തരാം. എനിക്കിഷ്ടമാണ് നീ ഇടുന്നത്. നല്ല ഇത്ര ഉണ്ട്. എനിക്കിതുപോലെ ഇറങ്ങുന്നുണ്ട്. ആഹാ, ബാക്ക്ഗ്രൗണ്ട് മാറിയല്ലോ, കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട. ഞാൻ നേരെ പതിയെ അടുക്കള വശത്ത് പോയി ആ സ്റ്റെപ്പിൽ ചെന്നിരിക്കുമായിരുന്നു. എന്നിട്ട് തലയിലൊന്ന് എണ്ണ തേച്ച് മസാജ് ചെയ്യാൻ കരുതി കേട്ടോ. എനിക്കുണ്ടല്ലോ നേരത്തെ ഈ കാച്ചെണ്ണയുടെ മണം എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നേ. അമ്മ കാച്ചിത്തരുന്ന എണ്ണയൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് പോലെയായിരുന്നു അതിൻ്റെ സ്മെല്ലൊക്കെ. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ എനിക്ക് റീസെൻ്റായിട്ട് ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഇത് പക്ഷെ അമ്മ കാച്ചിയ എണ്ണയല്ല. ഞാൻ റീസെൻ്റായിട്ട് ഒരു ഓയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഹെയർ ഫോളാണ്. ഞാനിത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. എണ്ണയിൽ കുളിക്കുക എന്നൊക്കെ പറയില്ല, അത്രയ്ക്ക് ഞാൻ എണ്ണ വാരി പൊത്തും കേട്ടോ. എന്നിട്ടാണ് ഒരു അരമണിക്കൂർ വെച്ചിരുന്നിട്ട് ഞാൻ കുളിക്കുന്നത്. അപ്പോൾ എണ്ണ തേക്കൽ പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മുടി ഞാനിങ്ങനെ റൗണ്ട് ചെയ്ത് വട്ടത്തിന് വാരി കെട്ടി വെക്കുക. ഇരുന്നാൽ എണീക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. നല്ല കാറ്റായിട്ട് ഇവിടെ ഇരിക്കാൻ. അവിടെ നോക്ക്, പുളിഞ്ചി മരം അപ്പുറത്തെ വീട്ടിലാണേ. നമുക്ക് പറിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഇങ്ങനെ ഷീറ്റാണ് ഇട്ടേക്കണം. അത് നിറയെ പുളിഞ്ചിക്ക ഉണ്ടല്ലോ, മറ്റേ മീൻ കറി, ചാളക്കറി, മത്തിക്കറി, പിന്നെ ഉണക്കമീൻ കറിയിലൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തലയിലൊന്ന് ഓയിൽ മസാജൊക്കെ ചെയ്തു. കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ ജസ്റ്റ് ഒന്ന് കഴുകി സെറ്റാക്കി വെക്കുക എന്നുള്ള പരിപാടിയാണ്. എന്നിട്ട് കുളിക്കാം. അപ്പം ഞാൻ പെട്ടെന്ന് അതൊന്ന് കഴുകിയിട്ട് വരട്ടെ.
ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ചുമ്മാതല്ല കൊച്ചിൻ്റെ കാലൊടിഞ്ഞത്, മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കണ്ടേന്ന്. ഇത് ഞാൻ കംഫർട്ടബിൾ ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. സ്ലാബിൻ്റെ മണ്ടയിൽ കയറിയിരുന്ന് കാല് ഞാനൊരു സ്റ്റൂളിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടാണ് ഇരുന്നിട്ട് കാലനങ്ങാത്ത തരത്തിലിരുന്ന് ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ദേഹത്തൊക്കെ ആയാലും ഇത് കഴിയുമ്പോഴത്തേനങ്ങ് കുളിക്കാലോ എന്നുള്ള ആശ്വാസത്തിലാണ് ഞാൻ ഈ ഇരുന്ന് കഴുകുന്നത്. പാറുക്കുട്ടി ഇടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, കുടിക്കാൻ വെള്ളം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല കേട്ടോ, എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ ഇതുപോലെ ഇരുന്ന് ചെയ്യുന്നതാണ് എനിക്കൊരു സമാധാനവും സന്തോഷവും കേട്ടോ. പിന്നെ സിറ്റുവേഷനും അങ്ങനെ ആകുമ്പോഴത്തേനാണ് നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുന്നത്. അല്ലാണ്ട് ബെറ്റിൽ തന്നെ കയറി കിടന്ന് സുഖമായിട്ട് കാലം നീട്ടി വെച്ചിരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. നമ്മുടെ സിറ്റുവേഷൻസ് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അഹങ്കാരം കൊണ്ടല്ല, എൻ്റെ കാര്യങ്ങൾ കൊണ്ടല്ലോ മറ്റുള്ളവരെ എനിക്കിങ്ങനെ ഫോഴ്സ് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അറിഞ്ഞ് സ്നേഹത്തോടു കൂടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരുന്നതും അല്ലാണ്ട് ചെയ്യുന്നതിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്കതിൽ സങ്കടമോ പരിഭവമോ ഒന്നും ഇല്ലാണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ ഇതൊക്കെ ആലോചിച്ച് ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് വിഷമിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. അങ്ങനെ ഞാൻ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. പിന്നെ കപ്പ ഉണ്ടായിരുന്നു, പിന്നെ ഒരു സാലഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നല്ല കാര്യമായിട്ട് ഫുഡ് കഴിച്ചു. കാരണം നല്ലോണം വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേന് ഒരു കട്ടൻ ചായ ഇട്ട് കുറച്ച് ചക്കവറ്റിലുണ്ടായിരുന്നു, ചക്കവറ്റിലും കൂടി കഴിച്ചു. എനിക്ക് ചക്കവറ്റിൽ അങ്ങനെ കഴിക്കാൻ പറ്റില്ല, കാരണം ഒരു തവണ ചക്കവറ്റിൽ കഴിച്ച് പല്ലിലെ കമ്പി പൊട്ടിയതാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഒക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പാറുക്കുട്ടി ഞാനും കൂടി ബെഡൊന്ന് മാറ്റി വിരിക്കാൻ എഴുതി. സത്യം പറയട്ടെ ഗൈസ്, ഇപ്പോഴും ഞാൻ കാലൂന്നി നിൽക്കുന്നുണ്ടെങ്കിലും ആ കാലുണ്ടല്ലോ, പ്ലാസ്റ്റർ ഇട്ടേക്കുന്ന കാല് ഉറപ്പിച്ചങ്ങോട്ട് നിൽക്കുന്നില്ല. ഞാൻ മറ്റേ കാലിൽ കുറച്ച് ഫോഴ്സ് കൊടുത്തിട്ടാണ് നിൽക്കുന്നത് തന്നെ. കാരണം എനിക്ക് അത്യാവശ്യം വേദന ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ കേട്ടോ. എന്നിട്ട് അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വൈകുന്നേരം ഒന്ന് പുറത്ത് പോകണമെന്നുള്ള കാര്യമുള്ളത് കൊണ്ട് ഞാൻ അത്രയും സ്ട്രെയിൻ കാലിന് കൊടുക്കാതെയാണ് ഈ വക പരിപാടികളൊക്കെ ചെയ്തത്. പക്ഷെ സത്യം പറയട്ടെ കേസ്, എനിക്കറിയില്ലായിരുന്നു എൻ്റെ കാല് അത്രയ്ക്ക് റിസ്ക്കിലാണ് ഇരിക്കുന്നതെന്നും ഒട്ടും തന്നെ കാലൂന്നാൻ പാടില്ല എന്നുള്ള സത്യാവസ്ഥ എനിക്കറിയില്ലായിരുന്നു. അതാണ് സത്യം ഗൈസ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി ടിക്കറ്റ് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് നേരം പില്ലോ കവറൊക്കെ മാറ്റി ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് രാത്രി ആയപ്പോഴത്തേന് ഒരുങ്ങി റെഡിയായി സിനിമയ്ക്ക് പോവുകയും ചെയ്തു കേട്ടോ. എനിക്ക് അല്ലേലും ഇങ്ങനൊരു സൂക്കേടുണ്ട്. പനി വന്നാലും എന്തെങ്കിലും അസുഖം വന്നാലും ഉടനെ എനിക്ക് സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകണം, നന്നായിട്ട് ഫുഡ് കഴിക്കണം. ഇതൊക്കെ എൻ്റെ ഒരു പ്രധാന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണമെന്ന് ഈ ഒരു അവസ്ഥ കൊണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, കാലും കടച്ചാണ്ടിന്ന് വയ്യാണ്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, ആക്ച്വലി കാല് വയ്യാതാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തമിഴ്നാട് CM വിജയ്, അങ്ങനെ വേണമല്ലോ പറയാൻ, വിജയുടെ മൂവി ആയിട്ടുള്ള ജനനായകൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സമയമായി കേട്ടോ. ഇൻട്രോ കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പെട്ടെന്ന് പോവുകയാണ്. പാറക്കുട്ടി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം. നമ്മുടെ തിരുവനന്തപുരം സിറ്റി പകലിനേക്കാളും രാത്രി കാണാനാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. രാത്രി യാത്രകൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടും ആവാം. അങ്ങനെ കൊന്നിത്തൊഴിഞ്ഞൊക്കെ ഒരു വിധത്തിൽ ഞങ്ങൾ തിയേറ്ററിലെത്തി. ഇൻട്രോ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സിനിമ തുടങ്ങും മുമ്പ് എത്താൻ പറ്റിയെങ്കിലും എന്തൊക്കെയോ കഴിഞ്ഞു ഗൈസ്, എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ സിനിമയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇൻ്റർവെല്ലിൽ നിന്ന് ഇറങ്ങി കോഫിയൊക്കെ വാങ്ങിച്ചു. ഇൻട്രോ കണ്ടില്ലെങ്കിൽ എന്താ ദേ പിടിച്ചോ എന്ന് പറഞ്ഞ കണക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേന് വിജയുടെ പഴയ സിനിമകളുടെ എല്ലാത്തിൻ്റെയും ക്ലിപ്പിങ്സ് ചേർത്തിട്ട് നല്ലൊരു വീഡിയോ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസം ഉണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഒരുപാട് സിനിമകളുടെ മെമ്മറീസ് അതിൽ കൂടി കാണാൻ പറ്റിയേ. എനിക്കത് കണ്ടപ്പോഴത്തേന് കുറച്ച് സന്തോഷം തോന്നി കേട്ടോ. ഇനി വിജയ് സിനിമകൾ ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു സങ്കടവും ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ പോവാണ്. ചപ്പാത്തി ചിക്കൻ കറിയും. സിനിമ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പിന്നെ വിജയ് സിനിമ ആയതുകൊണ്ട് നല്ല ഗുമ്മൊക്കെ ഉണ്ടായിരുന്നു. പാറുവിന് ഇഷ്ടപ്പെട്ട ആ സിനിമ? നല്ല ഇഷ്ടപ്പെട്ട? പാറു നല്ല ഇഷ്ടപ്പെട്ടെന്നാണ് പറയണത്. എനിക്ക് കഥ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ബാക്കിയുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടു. മേക്കിങ്ങും സ്റ്റണ്ടും വിജയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ കഥ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. നല്ല ഉറക്കക്ഷീണമുണ്ട്.
ഗൈസ് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം ഞാൻ കഴിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.